ഹായ് ഗായ്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കാരണമൊന്നുമില്ല, വിടാൻ തോന്നിയില്ല, അതുകൊണ്ട് ഇട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഈ ഫ്രീ ഫയറിനെ പറ്റിയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഹോപ്പ്ലെസ് ലാൻഡ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കൂടെ കുറേ കൂട്ടുകാർ ഞാൻ കളിച്ച് കണ്ടിട്ടുണ്ട് ഈ ഹോപ്പ്ലെസ് ലാൻഡൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ കസ്റ്റം സെറ്റിംഗ് ഒന്ന് മാറ്റി നോക്കി, എന്നാലൊരു എന്താ ഈ വലുതാക്കേണ്ടത് എവിടെയാണെന്ന് കാണുന്നില്ല. അതുകൊണ്ട് കസ്റ്റം സെറ്റിംഗ് ഞാൻ വിട്ട്. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ള എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മുടെ ചങ്ങായി പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെ ഉണ്ട്, ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ കുറേ നോക്കി, ലോക്കായി കിടക്കാണെന്ന് തോന്നുന്നു, എന്തോ കൃത്യം അറിഞ്ഞൂടാ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ കാണുന്നത്, ഇതൊക്കെ ഒന്ന് എടുത്ത് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മുടെ സ്ഥലം, ഗെയിം തുടങ്ങുന്നതിന് മുമ്പുള്ള സ്ഥലമാണിത്. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. പിന്നെ ഉള്ളത് കുറച്ച് റിയാലിറ്റി ഫീൽ ആവുന്നുണ്ട് ഈ ഗെയിമിൽ. സ്ഥലമൊക്കെ നല്ല പൊളിയായിട്ടുണ്ട് ഗായ്സ്. എന്താ പറയുക, ഒന്നും പറയാനൊന്നുമില്ല. നല്ല സ്ഥലം തന്നെ, നല്ല സൂപ്പർ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഏതവനോ അവനെ കയറി അടിക്കുന്നുണ്ട്. അവനെ കയറി ഒരു അടിക്കുമ്പോൾ കളറുണ്ടാവും ഗൈസ്, പച്ച കളറാണ്. അപ്പോൾ നമ്മളെ പ്ലെയിൻ കണ്ടിട്ടുണ്ട് ഗൈസ്. അതാണ് നമ്മളെ പ്ലെയിൻ. ഇവിടുന്ന് വേണം താഴേക്ക് ചാടാൻ. താഴേക്ക് നല്ല ഗത്തായിട്ടുണ്ട് ഗൈസ്. മാർക്കിട്ട് വെക്കാം സ്ഥലം. അവിടെ ഇറങ്ങാം. ഏതാണെന്തോ സ്ഥലം ഗൈസ്, മാർക്കിട്ട് മനസ്സിലാവുന്നില്ല. നമുക്ക് ആ ഡിസ്റ്റൻസ് നോക്കി പോകണമെന്നാണ് തോന്നുന്നത്, മനസ്സിലാവുന്നില്ല എനിക്ക്. അപ്പം താഴേക്ക് ഇറങ്ങിയിട്ട് എനിമീസിനെ കൊല്ലണം, ലൂട്ട് കളക്ട് ചെയ്യണം, കുറേ പണിയുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പാരച്യൂട്ട് ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ മേളിലെന്തോ എഴുതുന്നുണ്ട്. ജാപ്പനീസാണ് തോന്നുന്നു, അല്ല ചൈനീസോ അങ്ങനത്തെ എന്തോ തോന്നുന്നു. അപ്പം ലൂട്ടൊക്കെ കളക്ട് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഒരു വെടിവെപ്പ് വന്നത്. ഏതവനാണോ എന്തോ, അവനങ്ങ് പുകച്ച് കളയാന്ന് കരുതി ഞാൻ പോയി അവനെ പുകച്ച് കളഞ്ഞിട്ടുണ്ട് ഗായ്സ്. എന്നിട്ട് അവനെ ലൂട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. ലൂട്ടൊക്കെ കളക്ട് ചെയ്തിട്ട് സെറ്റാവാനുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ ലൂട്ടിലടിച്ച് വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ആമസോക്കെ കിടക്കുന്നുണ്ട്. ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. നേരെ ഈ വാതിൽ തുറന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോയി. അപ്പോൾ ഏതവനോ എന്നെ ഷൂട്ട് ചെയ്തു. ഏതവനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ കാണുന്നുമില്ല. അവൻ എവിടെ നിന്നൊക്കെയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നുമില്ല. പരിചയമില്ലാത്ത ഗെയിമാണ്, അതുകൊണ്ട് തന്നെ ഈ എനിമീസ് നിൽക്കുന്ന അവിടെ റെഡ് ഡോട്ട് കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ അവനെ എവിടെ നിന്നാണ് നിൽക്കുന്നതെന്ന് കാണുന്നില്ല. അപ്പോൾ ആളെ കണ്ട് ഇവിടെയുണ്ട്. അവനെ ഒന്ന് തീർത്തിട്ട് നമുക്കൊന്ന് പോവാം. അപ്പം ഞാൻ നേരെ ഹെലികോപ്റ്റർ എടുക്കാനാണ് പോകുന്നത്. ഈ ഹെലികോപ്റ്റർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഹോപ്പ്ലെസ് ലാൻഡ് കളിക്കുമ്പോൾ എനിക്ക് ഹെലികോപ്റ്റർ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിമീസിനെ അടിച്ചിട്ട് നേരെ പോയി. അന്നേരം ഞാൻ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിട്ടാണ് കളിച്ചത്. അപ്പോൾ കുറച്ച് കളിച്ച ശേഷം നല്ല പ്ലേയേഴ്സൊക്കെ വന്ന്, അപ്പോൾ അങ്ങനെ ചീറ്റിപ്പോയി. അപ്പോൾ നേരെ ഹെലികോപ്റ്റർ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ. ഹെലികോപ്റ്റർ എടുത്തിട്ട് ഒന്ന് നല്ല ചുറ്റിക്കറങ്ങി പോകണം. ഇപ്പോൾ ഹെലികോപ്റ്റർ എങ്ങനെ ഓടിക്കാം, സംഭവം സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഹെലികോപ്റ്റർ എടുത്തിട്ട് ഞാൻ ചുറ്റിക്കറങ്ങാം. സംഭവം പൊളി ഗ്രാഫിക്സാണ്, ഒന്നും പറയാനില്ല. ചെറിയൊരു 323 അത്ര MB മാത്രമേ ഉള്ളൂ ഹോപ്പ്ലെസ് ലാൻഡിൽ. അത്ര ഒരു MB ഇത്രയും നല്ല ഗ്രാഫിക്സ് ഈ ഗെയിമിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഈ ഗെയിമിൽ സമ്മതിച്ച് തന്നെ കൊടുക്കണം. നമ്മുടെ ഫ്രീ ഫയർ ഒരു ഹെലികോപ്റ്റർ വേണമെന്നല്ല ഗൈസ്, പൊളിച്ചേനെ. അപ്പോൾ ഹെലികോപ്റ്റർ സെറ്റായിട്ടുണ്ട്. താഴെ ബോട്ട് കിടക്കുന്നുണ്ട്. നേരെ ബോട്ടിലേക്ക് ചാടാൻ വേണ്ടി നോക്കിയെന്ന്. അപ്പോൾ നേരെ നമ്മൾ താഴെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് ആ ബോട്ട് എടുക്കാൻ നോക്കാം. നേരെ താഴേക്ക് പോകുന്നുണ്ട്. ഇനി ഹെലികോപ്റ്ററിൻ്റെ മണ്ടേ കൊണ്ട് വിടുന്ന ചാവുക ഞാൻ അപ്പുറത്തേക്ക് നീതി കിടന്നേക്കാം. ഹെലികോപ്റ്റർ വന്നാൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ബോട്ട് എടുക്കാൻ പോവാം. ഒരു ബോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്കൊന്ന് വെള്ളത്തിൽ സഞ്ചരിക്കാം.
അപ്പോൾ നമ്മൾ നേരെ ബോട്ട് എടുത്തിട്ട് നല്ല നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ നല്ല ഡേഞ്ചർ സോൺ വരുന്നുണ്ട് അടുത്തായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് അധികം ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ല. നല്ല അടി നടക്കുന്നുണ്ട് സൈഡിലെല്ലാം. സംഭവം ബോട്ട്സാണെല്ലാം, ബോട്ട്സാണ്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ തീർത്തേനെ ഈ സമയത്തിനുള്ളിൽ. പക്ഷേ എനിക്ക് ഫ്രീ ഫയറിനേക്കാളും ഫീലായ ഒന്നെന്താ വെച്ചാൽ നല്ല ലെന്തിയാണ്. ഒരു സർവൈവ് ടൈം എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, നല്ലപോലെ സമയം എടുക്കുന്നുണ്ട്. പിന്നെ നല്ല എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോത്തിന് മുമ്പ് ഒരു ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞായിരുന്നു. ആ ഡേഞ്ചർ സോൺ സേഫ് സോൺ എന്നാണ് ഉദ്ദേശിച്ചത്, പറഞ്ഞപ്പോൾ മാറിയപ്പോഴാണ് ഗൈസ്. അപ്പോൾ പറഞ്ഞതിൽ ഇതെന്തോ എയർ ഡ്രോപ്പുകൾ എന്തോ കാണുന്നുണ്ട്. ഞാൻ എടുത്ത് നോക്കി കുറേ വെപ്പൺസും ബുള്ളറ്റ്സൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് എനിമീസിനെ കൊല്ലാനാണല്ലോ. പിന്നെ ഇവിടെ എങ്ങാണ്ട് ഒരു കാറ് കിടക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറാം. നേരെ കാറെടുക്കാൻ വേണ്ടി പോകാനായി ഗൈസ്. അപ്പോൾ കാറെടുത്ത് ചുറ്റിക്കറങ്ങി പോവാം. അപ്പോൾ കാറെടുത്ത് അവിടെ പോവാം. ഏതവനാണത്? ഇപ്പം ആരാണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ആരാണ് ഏതവനോ എന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്തായിരുന്നു. ഏതവനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തിനാകാം, ഇതിൻ്റെ മണ്ടയിലാണോ? അപ്പോൾ ഇനി മണ്ടയിലാണോ മനസ്സിലാവുന്നില്ല ഗൈസ്. മിക്കവാറും മണ്ടയിൽ തന്നെ ആയിരിക്കണം, കാരണം ഈ വീടിനകത്തില്ല അവൻ. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വെപ്പൺസൊക്കെ എടുത്തിട്ട് സെറ്റായി നിൽക്കാൻ അതിന് മണ്ടയിലുണ്ട് ഗൈസ്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങാം, ഷൂട്ട് ചെയ്ത് നോക്കും. ഞാൻ എങ്ങോട്ടാണ് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഈ വെപ്പൺ ഉപയോഗിക്കാൻ പോലും എനിക്കറിയില്ല. അവൻ നല്ല പ്ലെയർ ആണെങ്കിൽ ഇപ്പം എന്നെ അടിച്ച് തൂഫാനാക്കി കേട്ടി. അപ്പം ഗൈസ് ഏതോ ഒരുത്തനും ഇഴഞ്ഞ് പോകുന്നുണ്ട്. എങ്ങോട്ടാണാവോ? അവൻ്റെ ഒന്ന് എടുത്ത് പുകച്ചേക്കാന്ന്. ഇവന് ചാവുന്നില്ലല്ലോ. എടാ ചാവടാ അവനങ്ങ്. അപ്പം നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അടി ഏത് വഴിക്ക് വരുന്ന മനസ്സിലാവുന്നില്ല. അവൻ ഡേഞ്ചർ സോണിൽ പെട്ട് എത്തുന്ന ഒന്ന്. അവൻ്റെ കാറ്റ് ആദ്യത്തോടെ കഴിഞ്ഞ്. അപ്പം നമുക്ക് നല്ലൊന്ന് മൂവ് ആവാം. സംഭവം കൊള്ളാം, എന്നാലും നല്ലൊരു റിയാലിറ്റി ഒക്കെ ഉണ്ട്. എവിടെ നിന്നാണ് ഇവൻ അടിക്കുന്നത്? ആരുടെ അത് ഇങ്ങനെ അടിക്കുന്നതല്ലേ അത്? ഈ ഡേഞ്ചർ സോണിൽ പോയിട്ട് എൻ്റെ ലൈഫ് തന്നെ പറയുന്നതാണ്. അപ്പോൾ ഇനി അതെ തന്നെ പോയി. ഓ, ഇനി അവൻ പ്ലെയർ ആയിട്ടാണോ? നല്ലപോലെ അടി ചെയ്യുന്നുണ്ടല്ലോ. എനിക്കൊട്ടും മനസ്സിലാവാത്തതാണ് ഈ പബ്ജിനും ഹോപ്പ്ലെസ് ചാനലൊക്കെ ഇത് മനസ്സിലാവാത്തത്. ബാൻഡേഡിൻ്റെ കാര്യത്തിലാണ്. ഇതിൽ ഏതാണ് യൂസ് ചെയ്ത് പെട്ടെന്ന് ലൈഫ് കൂടാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എന്തെല്ലോ വാരി കഴിച്ച് കൂട്ടുന്നുണ്ട്, ലൈഫ് കൂടുന്നു അതുമില്ല. അപ്പോൾ ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്നും നോക്കേണ്ട, ഡിസ്ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെയും ഗുഡ് ബൈ.